അപ്പോൾ നിങ്ങളെ ഒന്ന് നമ്മുടെ ചോദ്യപേപ്പറിൽ ഒന്ന് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു രീതി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, സോ വളരെ സിമ്പിളാണ്. ബ്രാഞ്ചഡ് കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ പേര് കൊടുക്കുന്നത്? ബ്രാഞ്ചഡ് കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യം, ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ കണ്ടുപിടിക്കാൻ പറ്റും, നമ്പർ ചെയ്യുക. പോകാൻ പറ്റുന്ന വഴി കൂടെ എല്ലാം പോയി നോക്കുക. പോയി നോക്കി എന്ത് ചെയ്യുക? നമ്പർ ചെയ്യുക. ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള വഴി ഏതാണോ ആ വഴിയാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇനി ആ മെയിൻ ചെയിൻ വരച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ആളെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ചിൻ്റെ പേര് എങ്ങനെ എഴുതും? ബ്രാഞ്ചിൻ്റെ പേര് എഴുതാൻ വേണ്ടി ബ്രാഞ്ചിനകത്ത് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. ആ കാർബണിൻ്റെ കൂടെ ഐയിൽ ചേർത്താൽ മതി. കാർബണിൻ്റെ കൂടെ ഐയിൽ ചേർത്താൽ മതി. ഓക്കെ, സോ ബ്രാഞ്ചിൻ്റെ പേര് എഴുതുക. ബ്രാഞ്ചിൻ്റെ പേരിൻ്റെ കൂടെ ഐയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സംഭവം കിട്ടും. ഇനി അതേപോലെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം, ഇത് സ്ട്രൈറ്റ് ചെയിൻ ആണോ ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണോ? കാണുമ്പോഴേ അറിയാം ബ്രാഞ്ചഡ് കോമ്പൗണ്ട്. അന്നേരം നമുക്കൊന്ന് ഉറപ്പിക്കാം. ഞാൻ എന്താ ഇവിടുന്ന് വണ്ടി തുടങ്ങുവാണ്, ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് 2 വഴി കൂടെ പോകാൻ പറ്റും അല്ലേ? 2 ways, 2 വഴി. അങ്ങനെ 2 വഴി കൂടെ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ബ്രാഞ്ചഡ് കോമ്പൗണ്ട് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമുക്ക് പേര് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മെയിൻ ചെയിനെ മാർക്ക് ചെയ്യണം. മെയിൻ ചെയിൻ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? കാർബൺ എണ്ണി നോക്കുക. സോ നമ്മൾ ആദ്യം എന്താ ഈ വഴി കൂടെ പോകാൻ പോകണേ. 1 2 3 4 5 കാർബൺ അല്ലേ? അടുത്ത വഴി 1 2 3 4 5 6 കാർബൺ. യെസ്, അപ്പോൾ ഇങ്ങോട്ട് പോയപ്പോൾ 5 കാർബൺ, ഇങ്ങോട്ട് പോയപ്പോൾ 6 കാർബൺ. അപ്പോൾ ഏതാണ് മെയിൻ ചെയിൻ? ലോങ്ങസ്റ്റ് ചെയിൻ ആണ് എപ്പോഴും മെയിൻ ചെയിൻ. സോ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ ചെയിൻ, അതാണ് ബ്രാഞ്ച്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാം. പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളാണ്. നമ്മൾ എണ്ണി നോക്കുക. 1 2 3 4. 4ാമത്തെ കാർബണിലാണ് എന്ത് വന്നേക്കുന്നത്? ബ്രാഞ്ച് വന്നേക്കുന്നത്. 4ാമത്തെ കാർബണിലാണ് ആര് വന്നേക്കുന്നത്? ബ്രാഞ്ച് വന്നേക്കുന്നത്. തിരിച്ചെണ്ണി നോക്കുക. 1 2 3. 3ാമത്തെ കാർബണിലാണ് എന്ത് വന്നേക്കുന്നത്? ബ്രാഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ ഏതാണ് ചെറിയ നമ്പർ? 3 ആണ് ചെറിയ നമ്പർ. അപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്പർ എത്രയാണ്? പൊസിഷൻ നമ്പർ 3. ബ്രാഞ്ചിൻ്റെ പേരെന്താ? ബ്രാഞ്ചിൻ്റെ നെയിം എന്താ? ബ്രാഞ്ച്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബണേ ഉള്ളൂ. 1 കാർബണേ ഉള്ളെങ്കിൽ ബ്രാഞ്ചിൻ്റെ പേരെന്ത് വരും? മീഥൈൽ. ഓക്കെ, 1 കാർബണേ ഉള്ളെങ്കിൽ എൻ്റെ പേര് മീഥൈൽ. ഓക്കെ, ഇനി ഏതാണ് ഇതിൻ്റെ മെയിൻ ചെയിൻ നോക്കാം. 1 2 3 4 5 6. 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ആണെങ്കിൽ മെയിൻ ചെയിൻ്റെ പേര് ഹെക്സേൻ. അപ്പോൾ ഇതിൻ്റെ പേര് എങ്ങനെ കൊടുക്കാം? പേര് കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ എഴുതണം. 3. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന ഒരു വേർഡാണ്. വേർഡാനെ കൊണ്ട് നമ്മളൊരു ഹൈഫൻ കൊടുക്കുക. 3. ഇനി എന്താണ് ബ്രാഞ്ചിൻ്റെ പേര്? 3 മീഥൈൽ. എവിടെയാണ് ഈ ബ്രാഞ്ച് ഇരിക്കുന്നത്? ഹെക്സെയിൻ. 6 കാർബണുള്ള കോമ്പൗണ്ടിൽ ഹെക്സെയിൻ. 3 മീഥൈൽ ഹെക്സെയിൻ. ഓക്കെ, സോ ഞാൻ വേറെ കോമ്പൗണ്ട് കൂടെ ചെയ്യാം. സിമ്പിളാണ്. ഇതാണ് അടുത്ത കോമ്പൗണ്ട്. CH3 CH2 CH3. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിൻ്റെ പേര് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏതൊക്കെ വഴി കൂടെ പോകാൻ പറ്റും? ഈ വഴി അല്ലേ? അപ്പോൾ 2 വഴി കൂടെയും പോയി നോക്കുക. 2 വഴിയിലെ ഏറ്റവും വലിയ വഴി ഏതാണോ ആ വഴിയാണ് ശരിയായ വഴി, മെയിൻ ചെയിൻ്റെ വഴി. അപ്പോൾ നോക്കാം. 1 2 3 4 5. 5 കാർബൺ അല്ലേ? 1 2 3 4. 4 കാർബൺ. അപ്പോൾ ഏതാണ് മെയിൻ ചെയിൻ? ഇതാണ് മെയിൻ ചെയിൻ എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിക്കാം. സോ ഇവിടെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാർബൺ കിട്ടും? 1 2 3 4 5 കാർബൺസ് കിട്ടും. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 2 3 4 കാർബൺസ് കിട്ടും. അപ്പോൾ 5 അല്ലേ വരേണ്ടത് മെയിൻ ചെയിനായിട്ട്? പക്ഷെ നിങ്ങൾ എണ്ണേണ്ട രീതിയിൽ എണ്ണിയിട്ടില്ല. നിങ്ങളിതാ ഇവിടുന്ന് മാത്രമേ എണ്ണി നോക്കിയിട്ടുള്ളൂ. നിങ്ങളെന്താ തിരിച്ച് ഇവിടുന്ന് എണ്ണി നോക്കാത്ത എന്താ? എണ്ണി നോക്കാം. നമ്മൾ നമുക്ക് പോകാൻ പറ്റുന്ന എല്ലാ വഴി കൂടെയും സഞ്ചരിക്കണം, ഒരു പ്രാന്തനെ പോലെ. എന്നാലേ നമുക്ക് മെയിൻ ചെയിൻ കിട്ടത്തുള്ളൂ. സോ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. യെസ്, 1 2 3 4. ഓക്കെ, തിരിച്ചെണ്ണി നോക്ക്. 1 2 3 4 5. കുഴപ്പമില്ല. ഇനി ഇതാ ഇങ്ങനെയും കൂടെ എണ്ണി നോക്ക്. 1 2 3 4 5 6. സോ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? യെസ്, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? മെയിൻ ചെയിനിൽ 6 കാർബൺ ഉണ്ട്. മെയിൻ ചെയിനിൽ 6 കാർബൺ മൊത്തത്തിലുണ്ട്.
സോ ഇതാണ് മെയിൻ ചെയിൻ. ഇതാണ് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എഫേർട്ട് ഇടേണ്ടത് ഇതിലാണ്. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന എല്ലാ വഴി കൂടെയും നിങ്ങൾ സഞ്ചരിച്ച് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ടുള്ള പേര് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളിതിൻ്റെ പേര് കൊടുക്കണം. പേര് കൊടുക്കാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യാം? പേര് കൊടുക്കാൻ വേണ്ടി ഇവിടെ കിടക്കുന്ന ആളുടെ പേര് നോക്കുക. ഇവിടെ കിടക്കുന്ന ആളുടെ പേരെന്താ? ഇവിടെ ഒരു കാർബൺ, ഇതാണ് നമ്മുടെ ബ്രാഞ്ച് അല്ലേ? ഇത് മനസ്സിലായല്ലോ. ഇത് ബ്രാഞ്ചിൻ്റെ പേര് മീഥൈൽ എന്നാണ്, കാരണം ഒരു കാർബണേ ഉള്ളൂ. ഇനി മെയിൻ ചെയിൻ 1 2 3 4 5 6 മെയിൻ ചെയിൻ്റെ പേര് ഹെക്സൈൻ. എന്നാണ്. ഓക്കെ, ഇനി പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കണം. പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് ഇവിടുന്നും എണ്ണി നോക്കുക. 1 2 3 4 നാലാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. തിരിച്ചെണ്ണി നോക്ക് 1 2 3 മൂന്നാമത്തെ കാർബണിലാണ് എന്ത് വന്നേക്കുന്നത്? ബ്രാഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ പൊസിഷൻ നമ്പർ എത്ര? 3. അപ്പോൾ അതിൻ്റെ പേരെന്ത് വരും? 3. ഓക്കെ, ആദ്യം പൊസിഷൻ നമ്പർ എഴുതുക, പിന്നെ ബ്രാഞ്ചിൻ്റെ പേരെന്താ? മീഥൈൽ. യെസ്. മെയിൻ ചെയിൻ്റെ പേരെന്താ? ഹെക്സൈൻ. 3 മീഥൈൽ ഹെക്സൈൻ. ഇതിൻ്റെ പേരെന്താ? 3 മീഥൈൽ ഹെക്സൈൻ. ഇത് രണ്ടും ഒരേ കോമ്പൗണ്ട് ആണോ? നോക്ക്, ഇത് രണ്ടും ഒരേ കോമ്പൗണ്ട് ആണോ? യെസ്. നേരത്തെ വരച്ച കോമ്പൗണ്ടിനെ ഞാൻ തിരിച്ച് വരച്ചപ്പോൾ ഈ കോമ്പൗണ്ട് കിട്ടി. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ നോക്കുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് ആ കോമ്പൗണ്ടിനകത്തിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബ്രാഞ്ചുകളും ആ കോമ്പൗണ്ട് തിരിയും. ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ നോക്കുന്ന ഒരാൾക്ക് ഇതേപോലെ ആയിരിക്കും കോമ്പൗണ്ട് ഉണ്ടാവുക. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഈ സ്ക്രീനിൻ്റെ അപ്പുറം ഓപ്പോസിറ്റ് സൈഡ്, ഈ സ്ക്രീൻ ഇത് സ്ക്രീനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുന്ന ആക്ക്, ഈ കോമ്പൗണ്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെയായിരിക്കും കോമ്പൗണ്ട് കാണാൻ പറ്റുക? അതിങ്ങനെയാണ് കോമ്പൗണ്ട് കാണാൻ പറ്റുക. അപ്പോൾ നോക്കുമ്പോൾ ചെയിൻ തിരിയും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ 2 സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് നമ്പർ ചെയ്യുന്നത്. ഒരു കോമ്പൗണ്ടിനെ നോക്കുന്ന ആളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് കോമ്പൗണ്ട് തിരിയും അല്ലേ? ഇവിടെ നോക്കുമ്പോൾ കോമ്പൗണ്ട് ഇങ്ങോട്ടായിരിക്കും പോണേ, അവിടെ നോക്കുമ്പോൾ കോമ്പൗണ്ട് ഇങ്ങോട്ടായിരിക്കും പോണേ. മനസ്സിലായോ? 2 പേര് അപ്പുറത്തും ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും 2 രീതിയിലായിരിക്കും ബ്രാഞ്ച് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 സൈഡിൽ നിന്നും എണ്ണം എടുത്തിട്ട് അതിൽ ചെറുത് ഏതാണെന്ന് ഉറപ്പിച്ചിട്ട് പൊസിഷൻ നമ്പർ എഴുതുന്നത്. മനസ്സിലായോ? രണ്ടും ഒരേ കോമ്പൗണ്ടാണ്. നോക്ക്, രണ്ടും ഒരേ കോമ്പൗണ്ട്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായോ? ഇല്ല. അതാണ് പറഞ്ഞത്. ഓക്കെ,